സഹോദരന്മാരെ, സമസ്ത മുഷാവറയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആരൊക്കെയാണ് ആവശ്യപ്പെട്ടത്? സമസ്തയുടെ പോഷക സംഘടനാ നേതാക്കന്മാർ. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കൂ, സമസ്തയെ അങ്ങേയറ്റം വളരെയധികം ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരാണ് അതിന്റെ പോഷക സംഘടനാ നേതാക്കന്മാർ എന്ന് പലർക്കും തോന്നിപ്പോവും. എന്നാൽ അത് ആരൊക്കെയാണ്? ഒന്ന് ഹമീദ് അലി തങ്ങൾ, മറ്റൊന്ന് നാസർ ഫൈസി കൂടത്തായി, മറ്റൊന്ന് സമദ് പൂക്കോട്ടൂര്, മറ്റൊന്ന് കല്ലായി അബ്ദുറഹ്മാൻ സാഹിബ്, മറ്റൊന്ന് മായിനാജി അവറുകൾ, ജബ്ബാർ ഹാജി അവറുകൾ, ഓണംപള്ളി ഫൈസി, അതേപോലെ മലയമ്മ അബൂബക്കർ വാക്കവി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 പേരാണ് പോലും എന്ന് സമസ്തയിൽ നിന്ന് മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം ചെയ്ത തെറ്റെന്നാണ്. അദ്ദേഹം CPM-ന്റെ സ്റ്റേജിൽ കയറി രാഷ്ട്രീയം പറഞ്ഞു. എന്നാൽ നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗോ, അദ്ദേഹത്തിന്റെ പ്രസംഗോ? അദ്ദേഹം എന്ത് രാഷ്ട്രീയ പറഞ്ഞത്? സത്യത്തിൽ സുന്നി വിഭാഗങ്ങൾ നടത്തേണ്ട വഖഫ് സംരക്ഷണ സെമിനാർ അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന ഒരു യോഗം നടത്തേണ്ട സുന്നി സമൂഹമാണ്, സുന്നി സംഘടനകളാണ്. അവരത് നടത്തിയിട്ടില്ല. CPM മലപ്പുറത്ത് വെച്ചിട്ട് ഒരു സെമിനാർ നടത്തി. അതിലെന്ത് ചെയ്ത്? സുന്നി വിഭാഗത്തിലെ 2 നേതാക്കന്മാരെ വിളിച്ച്, സി മുഹമ്മദ് ഫൈസി ഉസ്താദും അതേപോലെ മുക്കം ഉമർ ഫൈസി ഉസ്താദും, രണ്ടാളും അവിടെ പോയിട്ട് രാഷ്ട്രീയമല്ല പറഞ്ഞ് വഖഫിനെ കുറിച്ചുള്ള വിശദീകരണം നൽകിയേ. അതിലെന്ത് ചെയ്യുന്നത്? ഇവർ മുക്കം ഉമർ ഫൈസി ഉസ്താദ് രാഷ്ട്രീയം പറഞ്ഞു എന്നാ പറയുന്നത്. അത് ഇന്ന് നാസർ ഫൈസി കൂടത്തായി മാധ്യമങ്ങളോട് പറഞ്ഞത് CPM-ന്റെ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ സഖാവാണെന്ന് പറഞ്ഞു. പച്ചക്കളവല്ലേ പറയുന്നത്? അങ്ങനെ മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാ? ഇതൊന്ന് കേട്ടോക്ക്. നാസർ ഫൈസി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോക്ക്. മുക്കം ഉമർ ഫൈസി ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്നും കൂടി നിങ്ങളൊന്ന് കേട്ടോക്ക്. CPM-ന്റെ വേദിയിൽ വന്നുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്നത് സഖാവ് എന്നാണ്. ഇത് ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർക്ക് യോജിച്ചതല്ല. ഇതിനൊരു കാരണമുണ്ട്. ഒന്ന്, ഹംസയാണ് ചെയർമാൻ, KS ഹംസ. അദ്ദേഹം ചെയർമാനായ ഒരു ബോർഡ് അവർക്ക് അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊരു കാര്യം. പിന്നെ സഖാവ് ഉമർ ഫൈസിയാണ് മറ്റൊരാളുള്ളത്. സഖാവ് ഉമർ ഫൈസി അവര് പറയുന്നതല്ല, ഞാൻ പറയുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള മുക്കം ഉമർ ഫൈസി ഉസ്താദ് എന്നാണ് ആ സ്റ്റേജിൽ പറഞ്ഞ് ഞാൻ സഖാവാണെന്ന് പറഞ്ഞാ? അന്ന അവര് പറയുന്നതാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയുന്നില്ലേ? നിങ്ങൾ പറയുന്നില്ലേ ഉമർ ഫൈസി സഖാവ് ഉമർ ഫൈസി മുക്കോ? നിങ്ങൾ പറയുന്നില്ലേ? അതിൽ അദ്ദേഹം അവിടെ കോട്ട് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെ? എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സ്റ്റേജിൽ കയറിയിട്ട് രാഷ്ട്രീയം പറഞ്ഞതാണെങ്കിൽ ബഹാവുദ്ദീൻ അദവി എന്ന് പറയുന്ന മുഷാവറ മെമ്പർ എത്ര പ്രാവശ്യം പുറത്താക്കേണ്ട സമയം അതിക്രമിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ കയറിയിട്ട് രാഷ്ട്രീയം പറയുന്നില്ലേ? അത് പറ്റൂ അല്ലെ? മറ്റുള്ള സ്റ്റേജിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? രാഷ്ട്രീയം പറയാൻ വേണ്ടി പറ്റൂല. എന്നാൽ സത്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, അത് വേറെ വിഷയോ. എന്നാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയാണോ? മുസ്ലിം ലീഗിന് അനുകൂലമല്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മുസ്ലിം ലീഗിന് അനുകൂലമല്ലാത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അത് എത്ര വലിയ പണ്ഡിതം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇവർ പല രൂപത്തിലും ഒളിയമ്പ് ചെയ്യും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. എന്നാൽ ഇവരെന്നാ എടുക്കുന്നത്? ഇവർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മക്കും ഹദീസും ആയത്തും ഓതിയിട്ട് കൊട്ടാര പണ്ഡിതന്മാരായിട്ട് അവർ അതിന് വ്യാഖ്യാനം നൽകി മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ നാസർ ഫൈസിക്ക് അടക്കോ? ഇപ്പോഴുള്ള കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. മുമ്പ് EK ഉസ്താദിനെതിരെ ഇവർ വിളിച്ച മുദ്രാവാക്യെന്ന അതൊന്ന് കേട്ടോക്കിയ നിങ്ങൾ. ലോക പണ്ഡിത കേസരികൾ, ലീഗല്ലെങ്കിൽ അടകോടൻ. എങ്ങനെ? ലോക പണ്ഡിത കേസരി, എത്ര വിവരമുള്ള പണ്ഡിതനായാലും വയ്ക്കില്ല. ലീഗല്ലെങ്കിൽ അടകോടെ. അന്ന് EK ഉസ്താദിനെ വിളിച്ചത്, EK ഉസ്താദിനെതിരെ വിളിച്ച മുദ്രാവാക്യ ഇത്. എന്നാൽ രണ്ടാമത്തെ വരിക, ലീഗായാലോ വിവരം വേണ്ട, കിട്ടും ടൈറ്റിൽ മൗലാന. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ നാസർ ഫൈസി കൂടത്തായിക്കും അബ്ദുസമദ് പൂക്കോട്ടൂരിനും കല്ലായി സാഹിബിനെല്ലാം കിട്ടും ടൈറ്റിൽ മൗലാന പട്ടം കിട്ടുന്നത് എന്തുകൊണ്ടാ? ലീഗായതുകൊണ്ടാ. ലീഗ് നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മക്കും ഹദീസും ആയത്തും ഓതിയിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കൊണ്ടാ. അതിന് ഈ ഉമർ ഫൈസി മുക്ക ഉസ്താദിനെ പോലെയുള്ള ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ കിട്ടുന്നില്ല. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് മുഷാവറയിൽ നിന്ന് പുറത്താക്കണം. ഇത് നടക്കുന്ന കാര്യ. ഇത് ഇവർക്കെതിരെ മാത്രമല്ല, AP വിഭാഗത്തിന്റെ കാര്യം പറയാണ്ടിരിക്കലാണല്ലേ. ഈ AP ഉസ്താദിനെതിരെ ഇനി എന്നാ പറയാൻ ബാക്കി? ഏത് രാഷ്ട്രീയത്തിൽ ഇപ്പൊ അല്ലേ ചങ്ങായിമാരായിട്ട് നടക്കാനെല്ലാം തുടങ്ങിയേ? മുമ്പത്തെ ഒരു അവസ്ഥകളെടുത്ത് പരിശോധിച്ച് നോക്കിയേ. കമ്മ്യൂണിസ്റ്റുകാരനാക്കിയിട്ടില്ലേ? BJP-കാരനാക്കിയിട്ടില്ലേ? RSS-കാരനാക്കിയിട്ടില്ലേ? ജനതാ പാർട്ടിക്കാരനാക്കിയില്ലേ? ഇനി എന്നാ ആക്കാൻ ബാക്കി? എല്ലാം ആക്കിയിട്ടില്ലേ? അതേപോലെ ഈ മുക്കം ഉമർ ഫൈസി ഉസ്താദ് ഇവർ മതം പറയുന്നതാണ് വിഷയം. ഇവർക്ക് മതം പറയാൻ പാടില്ല. മതം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് ലീഗിന് കൊള്ളൂ. കാരണം വെച്ചാൽ ലീഗ് മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മതം പറയുമ്പോൾ എന്താവും? ഇവർക്ക് കൊള്ളൂ. ആർക്ക്? ഈ കൊട്ടാര പണ്ഡിതന്മാർ, ലീഗ് നേതാക്കന്മാർ ഉണ്ടൂല. PMA സലാമിനെയും മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ അറിയില്ല. ഇതെല്ലാം അവസ്ഥ. ഇങ്ങനെ പോയാൽ എടിയെത്തുക.
അതുകൊണ്ട് മുക്കം ഉമർ ഫൈസി ഉസ്താദ് ആയിക്കോട്ടെ, അതേപോലെ മതം പറയുന്ന പണ്ഡിതന്മാർക്ക് എപ്പോഴും നിലനിൽപ്പുണ്ട്. അവര് ഏത് രാഷ്ട്രീയം, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും അല്ലെങ്കിൽ BJP ആയാലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ മുക്കം ഉമർ ഫൈസി ഉസ്താദ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലീഗുകാരനാണ്. പിന്നെ അതിനെക്കാട്ടി അപ്പുറം എന്നിട്ട് ഇവർക്ക് വിശ്വാസമില്ല. ലീഗ് ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്ക് എന്ത് ചെയ്യണം? കൂട്ടുവെക്കണം. വഖഫിനെ കുറിച്ച് ആരും ഉണ്ടാൻ പാടില്ല, മുക്കം ഉമർ ഫൈസി പറയാൻ പാടില്ല. എന്നാൽ ഇത്രത്തോളമായിട്ട് ഇപ്പൊ കേരളത്തിൽ പല വിഷയങ്ങളും നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ പറയുന്ന 10 നേതാക്കന്മാർ ഒരക്ഷരം മിണ്ടിയ PM ശ്രീക്കെതിരെ ഈ സമദ് പൂക്കോട്ടൂരോ അല്ലെങ്കിൽ നാസർ ഫൈസി കൂടത്തായിയോ അബ്ദുറഹ്മാൻ കല്ലായിയോ ഈ പറയപ്പെടുന്ന വ്യക്തികൾ ഒരക്ഷരമുണ്ടെന്ന് നിങ്ങൾ കണ്ട? പാലത്തായി ആ 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ടെന്ന് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാ? ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇവർ ഒരക്ഷരം മിണ്ടൂല. എന്നാൽ ആ മതം പറയുന്നവരോട് എന്ത് ചെയ്യാ? അത് പറയാനും വിടുന്നില്ല ഇവർ. ഇതാണ് ഇവരെ അവസ്ഥ. വല്ലാത്ത ജാതിക്കളനെ.